പിന്നെ ഞാൻ ചേർന്നത് പട്ടാമ്പിയിൽ പ്രഭാതം എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. എൻ്റെ അമ്മായിയുടെ മകൻ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന കുഞ്ഞുമാഷാണ് എന്നെ അവിടെ കൊണ്ടുപോയി ചേർന്നത്. അങ്ങനെ ഞാൻ അവിടെ ഏതിനും ചേർന്നു, BA എക്കണോമിക്സിന് ചേർന്നു. ആഹാ, സുന്ദരം. വല്ലാതെ പഠിക്കാനൊന്നുമില്ല. പിന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു മാഷിന്റെ ട്യൂഷൻ ഉള്ളതുകൊണ്ട് പടി തയ്ച്ചിലായി. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ല സുന്ദര സുരവിലെ കാലഘട്ടം ആ കാലഘട്ടമായിരുന്നു. കാരണം എന്താ അറിയോ, എൻ്റെ മൂത്താപ്പാന്റെ മരുമകന് മേലെ പട്ടാമ്പി ജംഗ്ഷനിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഗ്യാസിന്റെ കട തുടങ്ങി. പിന്നെ നമുക്ക് ഈ കുത്തിത്തിരിപ്പും കാര്യങ്ങളും പണിയെടുക്കലും ഇങ്ങനെ പിന്നെ കിരികിരിപ്പുള്ള കൂട്ടത്തിലാവുകൊണ്ട് ഞാൻ ഈ പണികളൊക്കെ ഇങ്ങനെ പഠിക്കും. ഗ്യാസ് സ്റ്റവ് സർവീസ് ചെയ്യാനും ഗ്യാസ് നിറയ്ക്കാനും ഇങ്ങനെയുള്ള കുറേ അൽക്കുലത്ത് പരിപാടികളൊക്കെ പഠിക്കും. ഒരു സ്റ്റവ് ഒരു ദിവസം സർവീസ് ചെയ്താൽ 100 രൂപ കിട്ടും. 94 കാലഘട്ടത്തിലൊക്കെ 100 രൂപ എന്ന് പറഞ്ഞാൽ ഊഹിക്കാലോ, നല്ല വാല്യൂ അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടം അതായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ കോളേജിൽ പോകുന്നു, ഉച്ചയ്ക്ക് ശേഷം കടയിൽ നിന്നിട്ട് ഗ്യാസ് സപ്ലൈക്ക് പോകുന്നു, സർവീസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളെ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ചെറിയ ചില സാധനങ്ങളൊക്കെ വാങ്ങി വരിക എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഭയങ്കര ഒരു രസമല്ലേ. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം. അന്ന് ഞാൻ 4 വീലർ ഓടിക്കാൻ എന്നെ വാപ്പ പഠിപ്പിച്ചു. എന്നെ എൻ്റെ മുത്താപ്പാന്റെ മകൻ അസ്കറിനെയും കൂടി ഒരുമിച്ചാണ് പഠിപ്പിച്ചത്. അപ്പൊ ഞാനും അസ്കറും ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അസ്കർ അവിടുത്തെ ഫുൾ ടൈം എംപ്ലോയി ആയി, ഞാൻ അവിടുത്തെ പാർട്ട് ടൈം എംപ്ലോയി ആയി. അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഡിഗ്രി കാലഘട്ടം. പിന്നീട്